ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കേരളം 26-ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അതിനു മുന്നോടിയായി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നാളത്തെ വോട്ടെടുപ്പിനായി പോളിംഗ് ബൂത്തിലെ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ്. പോളിംഗ് സ്ഥലത്തെത്തിയാൽ ക്യൂ പാലിക്കുക. പോളിംഗ് ബൂത്തിൽ 3 തരത്തിലുള്ള ക്യൂ ഉണ്ടായിരിക്കും. 1 സ്ത്രീകൾക്ക്, 2 പുരുഷന്മാർക്ക്, 3 ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ മുതിർന്നവർക്കുള്ളത്. ബൂത്തിനകത്ത് ഒരേ സമയം 3-4 പേരെ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. മുതിർന്ന പൗരന്മാർക്കും ഗർഭിണികൾക്കും കൈക്കുഞ്ഞുമായി വരുന്നവർക്കും മുൻഗണനയുണ്ടാകും. ശാരീരിക അവശതയുള്ളവർക്കും വീൽചെയറിൽ വരുന്നവർക്കും റാമ്പ് വഴി ബൂത്തിലേക്ക് പ്രവേശിക്കാം. വോട്ടിംഗ് സമയം തീരുന്ന സമയത്ത് ക്യൂവിൽ ആളുണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ സമ്മതിക്കും. പുതുതായി ആരെയും പ്രവേശിപ്പിക്കില്ല. ബൂത്ത് ലെവൽ ഓഫീസർമാരും രാഷ്ട്രീയക്കാരും വോട്ടർമാർക്ക് നൽകുന്ന സ്ലിപ്പ് വെള്ള നിറത്തിലുള്ളതായിരിക്കണം. അതിൽ പാർട്ടി ചിഹ്നമോ സ്ഥാനാർത്ഥി പേരുകളോ ഒന്നും സ്ലിപ്പിലുണ്ടാവാൻ പാടില്ല. പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ID ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് കൈവശം ഇല്ലാത്തവർ ഫോട്ടോ പതിച്ച മറ്റ് 12 അംഗീകൃത രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. അതേതൊക്കെയാണെന്ന് നോക്കാം. ആധാർ കാർഡ്, തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ്, ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നൽകുന്ന ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട്, ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ. കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നിവയിലെ ജീവനക്കാർ എന്നിവർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ID കാർഡ്, പാർലമെൻറ്റ് അംഗങ്ങൾ, നിയമസഭയിലെ അംഗങ്ങൾ, ലെജിസ്ലേറ്റീവ് കൗൺസിലിംഗ് അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ, ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നാണ് കൊണ്ടുപോകേണ്ടത്. ഈ 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നൽകി നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. ബൂത്തിനുള്ളിൽ ആദ്യം എത്തുക ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ മുന്നിലാണ്. വോട്ടറുടെ തിരിച്ചൽ കാർഡും സ്ലിപ്പും ക്രമനമ്പറും പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പാക്കും. തുടർന്ന് ക്രമനമ്പറും പേരും ഉറക്കെ വിളിച്ചു പറയും. ഈ സമയം പോളിംഗ് ഏജന്റുമാർ അവരുടെ പക്കലുള്ള പട്ടിക പരിശോധിച്ച് ശരിയായ വോട്ടറാണെന്ന് ഉറപ്പുവരുത്തുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ വോട്ടർ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തെത്തുമ്പോൾ വോട്ടറുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരൽ മഷി പുരട്ടുന്നു. തുടർന്ന് 17A ഫോം എന്ന വോട്ടർമാരുടെ രജിസ്റ്ററിൽ ക്രമനമ്പർ എഴുതുന്നു. ഒപ്പം വോട്ടർ തിരിച്ചറിയൽ കാർഡാണെങ്കിൽ EP എന്ന് ഇംഗ്ലീഷിലും മറ്റ് കാർഡുകളാണെങ്കിൽ അതിൻ്റെ പേരും അതിലെ അവസാന 4 അക്ക നമ്പറുകളും എഴുതും. തുടർന്ന് വോട്ടറെ കൊണ്ട് രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയോ വിരലടയാളം വെപ്പിക്കുകയോ ചെയ്യും. തുടർന്ന് വോട്ടർ സ്ലിപ്പ് നൽകും. അടുത്തതായി വോട്ടർ എത്തുന്നത് വോട്ടർ യന്ത്രത്തിൻ്റെ കൺട്രോളിംഗ് യൂണിറ്റിൻ്റെ ചുമതലയുള്ള തേർഡ് പോളിംഗ് ഓഫീസറുടെ മുന്നിലാണ്. കയ്യിലെ മഷി പരിശോധിച്ച ശേഷം ഓഫീസർ കൺട്രോളിംഗ് യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തും. ഇതോടെ കൺട്രോൾ യൂണിറ്റിൽ ബിസി എന്ന് രേഖപ്പെടുത്തിയ ലൈൻ ചുവപ്പ് നിറമാകും. ഇതോടെ ബാലറ്റ് യൂണിറ്റിൽ റെഡി എന്ന് രേഖപ്പെടുത്തിയ ഭാഗത്ത് പച്ച ലൈറ്റ് പ്രകാശിക്കും. തുടർന്ന് വോട്ടറെ കൗണ്ടറിൽ പ്രവേശിപ്പിച്ചു താൻ തിരഞ്ഞെടുക്കുന്ന വോട്ടറുടെ പേരും ചിഹ്നവും ഫോട്ടോയും രേഖപ്പെടുത്തിയതിന് നേരെയുള്ള നീല ബട്ടൺ പ്രസ് ചെയ്യാൻ ആവശ്യപ്പെടും. ഇതോടെ നീല ലൈറ്റ് അണയും. സ്ഥാനാർത്ഥിയുടെ പേരിനടുത്തുള്ള നീല ബട്ടൻ്റെ അടുത്തുള്ള ലൈറ്റ് ചുവപ്പ് നിറമായി പ്രകാശിക്കും. വോട്ട് രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും സീരിയൽ നമ്പറും രേഖപ്പെടുത്തിയ പ്രിന്റ് യന്ത്രത്തിൽ നിന്ന് പുറത്തു വരികയും 7 സെക്കൻഡ് സമയം വിൻഡോയിലൂടെ ദൃശ്യമാവുകയും ചെയ്യും. ഇതേ സമയം കൺട്രോൾ റൂമിൽ നിന്ന് P ശബ്ദം രേഖപ്പെടുത്തിയതോടെ വോട്ട് രേഖപ്പെടുത്തിയതായി എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യും. ഇത്രയാണ് വോട്ടിംഗ് നടപടികൾ. വരും ദിവസത്തെ വാർത്തകൾക്കായി ഈ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.